ന്യൂസിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ നമ്പർ 1 നേതാവായി കഴിഞ്ഞ ഏറെ നാളുകളായി ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തല അതിനുശേഷം പിന്നോട്ട് പോയതിൻ്റെ ചരിത്രം എടുത്ത് പറയേണ്ടതില്ല. സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം രമേശ് ചെന്നിത്തല ഒരു പക്ഷേ പിൻനിരയിലേക്ക് മാറിപ്പോയി എന്നുള്ള ഒരു ധാരണ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. സതീശൻ മുമ്പിൽ വന്നു, രമേശ് പിന്നിലായി പോയി എന്നുള്ളതാണ്. അത് പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ഒരു കടന്നുവരവായിരുന്നു സതീശൻ്റേത്. പക്ഷേ രമേശ് ചെന്നിത്തല ഇതാ കുതിച്ച് മുൻനിരയിലെത്തിയ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൽ കാണുന്നത്. രമേശ് ചെന്നിത്തലയോട് കൂറ് പ്രഖ്യാപിച്ചത് ചില്ലറക്കാരൊന്നുമല്ല. കേരളത്തിലെ 3 പ്രധാനപ്പെട്ട സമുദായങ്ങൾ രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ നില ഉറപ്പിച്ചതായാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ നമ്മളോട് പറയുന്നത്. നായർ സമുദായത്തിൻ്റെ പിന്തുണ മുഴുവൻ അതിൻ്റെ ഏറ്റവും പ്രബലനായ നേതാവ് സുകുമാരൻ നായർ തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ചാർത്തിക്കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ചാർത്തുന്നതിന് തൊട്ടു മുന്നേ തന്നെ SNDPയുടെ ഈഴവ സമുദായത്തിലെ 1ാം നിര നേതാവായ വെള്ളാപ്പള്ളിയും രമേശിനെ ചേർത്ത് പിടിച്ചു. പക്ഷേ പരസ്യമായി പറഞ്ഞില്ല എങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ മേൽക്കോയ്മ അവകാശപ്പെടുന്ന മുസ്ലിം ലീഗും അതൊരു വർഗീയ കക്ഷി അല്ല എന്ന് അവർ പറയുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ അവരുടെ നിലപാടും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒടുവിലത്തെ വസ്തുത. അങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മനസ്സിലിരിപ്പ് നമുക്ക് ഇതുവരെയും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അതിനിടയ്ക്ക് വേറെ ചില നീക്കങ്ങൾ ആ വിഭാഗത്തിൻ്റേതായ വന്നു എന്നുള്ള വാർത്ത ഇടയ്ക്ക് വന്നിരുന്നു. അതായത് KPCC പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റുന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു നേതാവിനെ തന്നെ KPCC പ്രസിഡൻ്റ് ആക്കണം എന്നുള്ള അവരുടെ നിലപാട് പരസ്യമായി തന്നെ കുറേ നാളുകൾ ഒരു എയറിലെ പ്രധാന ഡിസ്കഷനായി വന്നിരുന്നു. ഇപ്പോൾ ആ ഡിസ്കഷൻ ഇപ്പോൾ പിന്നോക്കം പോയിട്ടുണ്ട്. എന്നാലും എന്താണ് അതിൻ്റെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് ഇനി വരുംകാലത്തെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. രമേശിൻ്റെ നല്ല കാലം തുടങ്ങി എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഇപ്പോൾ രമേശിൻ്റെ കൂടെ രമേശിനെ കാണാനെത്തുന്നവരുടെ തിരക്കുകൾ വർദ്ധിച്ചിട്ടുണ്ട്. പല ഗ്രൂപ്പുകളിലും മാറിയും തിരിഞ്ഞുമൊക്കെ സമയോചിതമായി പോകുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിൽ തന്നെയുണ്ട്. 1ാം നിര നേതൃത്വം എന്നല്ല ഞാൻ പറയുന്നത്. 2 കഴിഞ്ഞ് താഴെ 3, 4 നിരയിലുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ രമേശിനോടൊപ്പം കൂടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആര് വരും ഇനി? ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുള്ളതിൽ സതീശനാണോ രമേശാണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഏകദേശം വ്യക്തമാകുന്നത് 3 സമുദായങ്ങളുടെ പിന്തുണ നേടിക്കഴിഞ്ഞ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണ ആർക്ക് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. തീരുമാനമെടുക്കുന്നത് അവിടെയാണ് എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു വെച്ചു. അതുപോലെ മുരളീധരനും പറഞ്ഞു വെച്ചു. ഇവിടെ ആരും അതിനു വേണ്ടി ഉടുപ്പിട്ട് കാത്തിരിക്കേണ്ട, അതൊക്കെ ഡൽഹിയിൽ തീരുമാനം വരും എന്നുള്ളതാണ് ഇവർ 2 പേരും പറഞ്ഞത്. അപ്പോൾ ഡൽഹിയിലെ തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ആ സ്വാധീനം കേരള രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ വേണുഗോപാലിൻ്റേതായിരിക്കും. അദ്ദേഹം എന്തു പറയുന്നു എന്നുള്ളതിന് തീർച്ചയായിട്ടും AICC നേതൃത്വം ചെവി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ വേണുവിൻ്റെ നിലപാടുകൾ എന്താണ് എന്ന് ഇപ്പോൾ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് നമുക്കെല്ലാം അറിയാം, VD സതീശൻ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നത്, അതായത് നമ്പർ 1 ആയി അവരോധിച്ചതിൻ്റെ പിന്നിൽ വേണുഗോപാലിൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ KC എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ആരോടും തുറന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാനും അദ്ദേഹം ഇതുവരെ തുനിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി അദ്ദേഹത്തിനെ സമീപിച്ചവരെയെല്ലാം അദ്ദേഹം ഓടിച്ചു വിടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം.
എന്തായാലും സതീശനെക്കുറിച്ച് ഈ നിലവിലുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വത്തിന് അത്ര തൃപ്തിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. കാരണം സതീശൻ്റെ ചില നിലപാടുകൾ പലർക്കും രുചിച്ചിട്ടില്ല, ദഹിച്ചിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ അല്പം കൂടി ഫ്ലെക്സിബിൾ ആയ രമേശിനെയാണ് മറ്റു പലരും അനുകൂലിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്. അതിൽ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത ഉള്ളത്, ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ഈ കോൺഗ്രസ് പ്രവർത്തകർക്കും അതുകൂടാതെ പൊതുജനങ്ങൾക്കും എല്ലാം അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു നിലപാടാണ് രമേശിൻ്റേത്. ആർക്കും രമേശിനെ സമീപിക്കാം. രമേശ് ചെയ്യാൻ കഴിയുന്നത് എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സതീശൻ അങ്ങനെയൊന്നുമല്ല. അറിഞ്ഞും കണ്ടും കേട്ടും ചെയ്യേണ്ടതാണെങ്കിൽ മാത്രമേ അദ്ദേഹം ആ തരത്തിലുള്ളൊരു അനുകൂല നിലപാട് എടുക്കുകയുള്ളൂ. ഈ രമേശും ഒരു പരിധിവരെ അങ്ങനെ ആണെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണമായും ആ നിലപാടുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ വയ്യ. രമേശ് ഒരുതരം ഫ്ലെക്സിബിൾ എന്ന് ഞാൻ പറഞ്ഞാൽ, ആളുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് എടുക്കേണ്ടി വന്നാൽ പരമാവധി അനുകൂല നിലപാട് എടുക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല. നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അത്തരത്തിൽ ഉള്ളതാണ്. ഒരു ആദർശാത്മക നിലപാട് അങ്ങനെ സ്ട്രോങ് ആയിട്ട് എടുത്തുകൊണ്ട് പ്രവർത്തകരുടെ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന സമീപനം ഒന്നും തന്നെ രമേശ് സ്വീകരിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്റ്റൈൽ തന്നെയാണ് ഏകദേശം രമേശിലും ഉള്ളത്. ഉമ്മൻചാണ്ടി സാറിനെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനെയും നിരാശപ്പെടുത്താറില്ല. ഇനി രാഷ്ട്രീയമില്ലാത്തവരുണ്ടോ അവരെയും അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. തന്നെ സമീപിക്കുന്നവർക്ക് തന്നാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സാറിനെ അതുല്യനാക്കിയത്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇത്രയും ജനകീയനായ ഒരു നേതാവിനെ കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ല. അതേ സ്റ്റൈലിലേക്ക് ഒരു പരിധിവരെയെങ്കിലും വളർന്നു വന്നു കഴിഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിൻ്റെ ആ നിലപാട് ഇപ്പോഴും അദ്ദേഹം അഭംഗുരം തുടരുകയാണ്. ഒന്ന് നമുക്കെല്ലാം അറിയാം, ഒരു വ്യക്തിക്ക് അവൻ്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുമ്പോൾ അവനോട് ഒപ്പം നിൽക്കുന്ന, അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവിന് മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ സ്പേസ് ഉള്ളൂ. അല്ലാതെയുള്ള ആളുകളൊക്കെ തന്നെ നിരാകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും അങ്ങനെ സംഭവിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് രമേശിനെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിലെ 3 പ്രമുഖർക്കും, വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ തന്നെ, അല്ലെങ്കിൽ തങ്ങൾ കുടുംബത്തിനും ഒക്കെ തന്നെ രമേശ് പ്രിയപ്പെട്ടതായതിൻ്റെ പിന്നിലും രമേശ് ചെന്നിത്തലയുടെ ഈ ഫ്ലെക്സിബിലിറ്റിക്ക് വലിയ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹം ഇനിയും കേരള രാഷ്ട്രീയത്തിലെ നമ്പർ 1 എന്ന തലത്തിലേക്ക് ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ആർക്കും ഇപ്പോൾ സംശയം ഇല്ല. ഗ്രൂപ്പുകളിൽ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ്, നമുക്ക് ഗ്രൂപ്പ് ഇല്ല എന്നൊന്നും പറയാനില്ല, ഗ്രൂപ്പ് ഉണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് കുറേ കൂടി സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ സംസ്ഥാനത്ത് ഉടനീളം അവരുടെ ശക്തി സ്രോതസ്സുകൾ സജീവമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രമേശ് ചെന്നിത്തല 1ാം നിരയിലേക്ക് എത്തിക്കഴിയുകയും തുടർന്ന് ഭൂരിപക്ഷം കിട്ടുന്ന പക്ഷം UDFൻ്റെ ഏറ്റവും സമുന്നത നേതാവായി രമേശ് ചെന്നിത്തല മാറുകയും ചെയ്യും എന്ന് ഏറെക്കുറെ ഇപ്പോൾ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ ചാനൽ നിങ്ങളും ഫോളോ ചെയ്യാൻ പ്രത്യേക അപേക്ഷ. നന്ദി.